രചന ജിന്ന്. സിത്താരയുടെ നയനങ്ങൾ അവനെ തിരയുകയാണ്. സിത്തു. ആ നീട്ടിയുള്ള വിളിയിൽ അവളുടെ കണ്ണുകൾ പിൻവലിഞ്ഞു. പ്രിയ, കോളേജിലെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കോളേജ് കഴിഞ്ഞു പോയിട്ട് 10 വർഷമായി. ആരുമായിട്ടും പിന്നീട് ഒരു സൗഹൃദവും വേരുറപ്പിച്ചില്ല. അതിന്റെ പരിഭവം പെണ്ണിന്റെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. നീയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ? ഞാൻ കരുതി എക്സാമൊക്കെ കഴിഞ്ഞ് നീ ഉടലോടെ പരലോകം പോവുകയെന്ന്. പരിഭവത്തിന്റെ ഒരു വലിയ ചുരുൾക്കെട്ട് അവൾ അഴിച്ചു. പിന്നീട് കരച്ചിലും മാപ്പറച്ചിലും കെട്ടിപ്പിടുത്തൊക്കെയായി അവർ വീണ്ടും അന്നത്തെ ആ കോളേജ് പിള്ളേരായി. പ്രിയ അന്ന് പ്രേമിച്ചു നടന്ന രാജേഷിനെ തന്നെ ജീവിതത്തിൽ കൂടെ കൂട്ടി. ഏറെക്കുറെ എല്ലാവരും മാരീഡാണ്. ഇപ്പോൾ 1-2 മക്കളുടെ അച്ഛനമ്മമാരാണ്. കൂട്ടത്തിൽ ചിലർ മാത്രം ഇങ്ങനെ സിംഗിൾ പസംഗിയായിട്ട് ഉലകം ചുറ്റുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. എങ്കിലും ഒരാൾ മാത്രം ആ കണ്ണുകളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു ഒരുപാട് കാറുകൾ ഗ്രൗണ്ടിലേക്ക് പൊടി പറത്തിക്കൊണ്ട് നിർത്തിയത്. വണ്ടിയിൽ നിന്നിറങ്ങിയ ഒരു ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം, പത്രക്കാർ. അവരിറങ്ങി റെഡിയായതും ആ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ടൊരു വൈറ്റ് ബെൻസ് ഗ്രൗണ്ടിലെത്തി. മുന്നിലും പുറകിലുമായി ബോഡി ഗാർഡ്സ് അവരുടെ വാഹനങ്ങളിൽ. കാറിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ച ആള് തന്നെ, സിദ്ധാർത്ഥ് മേനോൻ, ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ദ ലീഡിംഗ് സൂപ്പർ സ്റ്റാർ. ആ പൂച്ച കണ്ണുകൾ എത്ര ദൂരെയാണെങ്കിലും തനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് അവൾ അവനോട് അവസാനമായി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. അവനെ കണ്ട സന്തോഷത്തിൽ അവൾ ആൾക്കൂട്ടത്തിലേക്ക് ഓടി. തിക്കിത്തിരക്കി മുന്നിൽ നിന്നു. പത്രക്കാരോട് അവൻ സംസാരിക്കുന്നൊന്നും അവൾ കേട്ടില്ല. കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. അയാളോട് എന്തൊക്കെയാ അവർ ചോദിക്കുന്നുണ്ട്. സ്ഥലകാലബോധമില്ലാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഒരിക്കൽ പോലും അവൻ അവളൊന്നും നോട്ടം കൊണ്ടുപോലും കടാക്ഷിച്ചില്ല. അല്ലെങ്കിൽ തന്നെ പത്രക്കാർ വീണ് കിട്ടുന്ന എന്തെങ്കിലും ഒരു വാക്കിൽ നിന്നോ നോക്കിൽ നിന്നോ പുതിയ ചൂടൻ വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ നിൽക്കുന്നവരാ. സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചു നിന്നില്ലെങ്കിൽ അവരെന്റെ സിദ്ധുവിനെ ഇട്ട് പണ്ട് ആ സിനിമാ നടിയൊപ്പം ചേർത്ത് പുറത്തിറക്കിയ പോലെ വല്ല ഗോസിപ്പോ അടിച്ചിറക്ക്. മനസ്സിൽ അവളങ്ങനെ പലതും പറഞ്ഞ് മതിമറന്നങ്ങനെ അവനെ നോക്കി നിന്നു. അവരോട് സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും അവന്റെ കാറിന്റെ ഡോർ തുറന്ന് അവൻ കൈകൾ നീട്ടി. ഒരു സുന്ദരിയായ യുവതി. അത് വേറെ ആരുമല്ല, സിദ്ധുവിന്റെ അധിക സിനിമയിൽ നായികയായിരുന്നവൾ. വിവാദമുണ്ടായതും ഇവരെ ചേർത്താണ്. അവന്റെ വാക്കുകൾക്ക് വേണ്ടി എല്ലാവരെയും പോലെ അവളും കാതോർത്തു. ഹായ് ഓൾ, ഫ്രം നൗ ഓൺ ഷി വിൽ ബി ദി ഹീറോയിൻ ഓഫ് മൈ ലൈഫ്. വെള്ളിടി കണക്കെ അവന്റെ വാക്കുകൾ അവളിൽ പ്രഹരമേൽപ്പിച്ചു. പത്രക്കാർ ഫോട്ടോ എടുത്ത് പിന്നെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. പിന്നീട് അവൾ അവിടെ നിന്നില്ല. അല്ലെങ്കിൽ ഇനി താനെന്തിനവിടെ നിൽക്കണം? അവൻ മാറിപ്പോയി എന്നും തന്നെ അന്വേഷിച്ചാൽ വരാനേ പോകുന്നില്ലെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും പ്രതീക്ഷയോടെ അവൾ കാത്തിരിക്കുകയായിരുന്നു. അവൾ തിരിഞ്ഞടക്കുമ്പോൾ ആരോ കൈകൾ പിടിച്ചു. എന്തോ ആഗ്രഹിച്ച പോലെ അവൾ തിരിഞ്ഞു നോക്കി. എന്താ സിത്തു, ആ കണ്ണുകൾ ഇനി സിദ്ധുവിനെ ഓർത്താണോ? അത് മുഴുമിക്കാൻ പ്രിയ അവൾ അനുവദിച്ചില്ല. രാജേഷും പ്രിയ അവളെ നോക്കി നിൽക്കെ അവൾ പെട്ടെന്ന് പ്രിയയെ കെട്ടിപ്പിടിച്ച് അല്പനേരം അങ്ങനെ നിന്നു. ഏയ് ഇല്ലടി, എനിക്കൊന്നുമില്ല, ഞാനതൊക്കെ എന്നോ വിട്ടു. അവൾ അതും പറഞ്ഞ് കോളേജ് ഗ്രൗണ്ടിൽ വലിയ മരത്തിന്റെ ചുവട്ടിൽ സ്റ്റോൺ ബെഞ്ചിൽ പോയിരുന്നു. അവളുടെ കലുഷിതമായ മനസ്സിനെ തണുപ്പിക്കാൻ അവൾക്കത് അനിവാര്യമാണെന്ന് അവൾക്ക് തോന്നി. എക്സാം കഴിഞ്ഞ് അവനെ കാണുമ്പോൾ തനിക്കൊരു ചെറിയ റോള് സിനിമയിൽ കിട്ടിയിട്ടുണ്ടെന്നും പോവാൻ ക്യാഷില്ലെന്നും പറഞ്ഞപ്പോൾ പൈസ എടുത്ത് കൊടുത്തതും പിന്നീട് എപ്പോഴോ വീണ്ടും ഇത്തിരി പൈസ ചോദിച്ച് വിളിച്ചതും അത് അവനയച്ചു കൊടുത്തതും അന്ന് വിളിച്ചപ്പോൾ കാത്തിരിക്കണമെന്നും അന്നെൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞതുമെല്ലാം എല്ലാം അവൾ ആ ഒരു നിമിഷം ഓർത്തെടുത്തു. ഈ റീയൂണിയന് പോലും താല്പര്യമില്ലാത്താൻ വന്നത് അവൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടി? അവനൊരു ദിവസം തന്നെ തേടി വരുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിച്ച് കൂട്ടിയല്ലോ. അവനു വേണ്ടി പലതും പലരെയും കണ്ടിൽ നിന്ന് അടിച്ചു അകറ്റി നിർത്തി. കുറ്റബോധവും നഷ്ടപ്രണയും അവളിൽ കരയാൻ വെമ്പി നിന്നപ്പോഴും കണ്ണിലെ ചുടുനീർ തടുത്തു നിർത്താൻ അവൾ സ്വന്തം ജീവിതം കൊണ്ട് എന്നേ പഠിച്ചു പോയിരുന്നു. ബെഞ്ചിലിരുന്ന് നിശബ്ദമായി പൊട്ടി അവൾ കരഞ്ഞു. ഒരു തണുത്ത കരസ്പർശം അനുഭവപ്പെട്ട സിത്താര കണ്ണു തുറന്നപ്പോൾ മനു അവൾ അറിയാതെ വിളിച്ചുപോയി. താൻ ആരെയാണോ പ്രതീക്ഷിച്ചത് അവനല്ല. പിന്നെയും വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നോർത്ത് അവൾക്ക് തന്നെ പുച്ഛം തോന്നി. സിദ്ധുവിൻ്റെ അടുത്ത് നിന്ന ആൾ അത് മനുവായിരുന്നു. മാനവ് ദത്ത്, യുവ സംവിധായകൻ. സിദ്ധുവിൻ്റെയും ഈ എൻ്റെയും സ്നേഹിതൻ. ഓ, അപ്പൊ താൻ എന്നെ മറന്നിട്ടില്ലല്ലോ. ആശ്വാസം. തന്നെ മറക്കാൻ പറ്റുക? സിദ്ധു പറയുന്ന പോലെ ഞങ്ങൾക്കിടയിൽ നിന്ന ഹംസമല്ലേ താൻ? ഓ, അപ്പൊ അത്രേക്കുള്ളൂ ഞാൻ. ശരിയാണ്, നമ്മളെപ്പോഴും കറിവേപ്പിലായിരുന്നല്ലോ. നീ ഞങ്ങളൊക്കെ മറന്നാലും ഞാൻ അന്വേഷിച്ചിരുന്നു. ഒരു വിവരം തന്നെ കുറിച്ച് അറിഞ്ഞില്ല. പിന്നീട് ബിസിനസ്സിൽ അയൺ ലേഡിയായി താൻ ഫേമസ് ആയപ്പോൾ ഞാൻ കരുതി തൻ്റെ അന്നത്തെ സ്മാർട്ട്നെസ്സോ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവുമെന്ന്. ഇതിപ്പോൾ തണ്ടൊടിഞ്ഞ താമര പോലെയാണല്ലോ. എന്താണോ ഇത്? സിതാര സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ്. എന്തോ പറയാൻ ഏൽപ്പിച്ചില്ലേ തന്നെ ഫ്രണ്ട്? തനത് പറ. അല്ല, തനിക്കവനെ മനസ്സിലാക്കാൻ അന്നേ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കാത്തിരിപ്പ് വേണ്ടി വരില്ലായിരുന്നു. പിന്നെ താൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് അതെൻ്റെ ഫേക്ക് മാസ്ക് ഇല്ലേ? ഇപ്പൊ തന്നെ താൻ ഇവിടെ ഇരുന്ന് കരയില്ലായിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. മനു പറഞ്ഞെല്ലാം ശരി തന്നെയാണല്ലോ. സിധു, താനെങ്ങനെ ഇത് മനസ്സിലാക്കി? ഐ മീൻ, ഞാൻ വന്നതിൻ്റെ കാരണം അവനിവിടെ കാണിച്ച ഷോ മൊത്തം എന്നെ കാണിക്കാനല്ലേ?
ഒരു കോൺഫറൻസ് ഹാൾ വെച്ച് പറയേണ്ട കാര്യം ഇവിടെ റീയൂണിയൻ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താൻ എന്നെ തിരഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമായി. എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിന്നാണ് സിദ്ധു എന്ന്. തൻ്റെ അച്ഛനോടും അമ്മയോടും അവനത് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞു. പക്ഷെ താനിപ്പോഴും അതിനെ ആലോചിച്ചിരിക്കുകയാണോ? അത് കേട്ടത് സിത്താരയുടെ കണ്ണുകൾ വികസിച്ചു. അല്പനേരം മൗനത്തിലാണ്. ശേഷം മനുവിൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അവരൊന്ന് ഒരുപാട് സംസാരിച്ചു. അന്നത്തെ റീയൂണിയൻ പ്രോഗ്രാം എല്ലാം നല്ല ഗംഭീരമായി പര്യവസാനിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ പലതും മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് തന്നെ നേരിട്ട് പോയി മനുവിനെ കണ്ട് ഒരപേക്ഷ കൂടി അവൻ്റെ മുമ്പിൽ വെക്കാൻ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അവനെ നേരിൽ കണ്ട് സംസാരിക്കണം, അതിനൊരു അവസരം ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ മനുവിൻ്റെ വീട്ടിലേക്ക് പോയി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോയതാ. പിന്നെ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം വീട് മൊത്തത്തിലൊന്ന് ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തിരക്ക് പിടിച്ചൊരു സംവിധായകനല്ലേ. വീടിൻ്റെ മുമ്പിൽ കാർ എത്തിയിട്ട് അവൾ പലതും ആലോചിച്ചിരുന്നു. വീട്ടിൽ മനു സ്ഥിരമായി ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്താണ് എത്തിയതെങ്കിലും അവൾക്ക് മനുവിനെ കാണാൻ പറ്റിയില്ല. പുതിയ പ്രൊജക്റ്റ് സിദ്ധുവായിട്ടാണെന്നും അതിൻ്റെ തിരക്കിൽ സ്റ്റുഡിയോയിൽ സിദ്ധുവുമായി മീറ്റിംഗിലാണെന്നും അമ്മയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. വീടൊക്കെ ചുറ്റിക്കണ്ട അമ്മച്ചിയോട് കത്തിയടിച്ച് അല്പനേരം അവിടെ ഇരുന്നിട്ടാണ് അവൾ പോയത്. ഒപ്പം സ്റ്റുഡിയോ അഡ്രസ് കൂടി അവൾ വാങ്ങിയിരുന്നു. സ്റ്റുഡിയോയുടെ മുമ്പിൽ വണ്ടി നിർത്തി അവൾ പലർക്കും കോൾ ചെയ്തു. മനുവിനെ വിളിച്ച് അനുവാദമെടുത്ത് സിദ്ധു അറിയാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഹലോ മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ, നൈസ് ടു മീറ്റ് യു മാൻ. താനെന്താടോ ഇവിടെ? തിരിച്ചൊരു ഹായെങ്കിലും താടോ. ഒന്നിലും ഞാൻ തൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്. ഓ സോറി, താൻ പത്രക്കാരോട് പറഞ്ഞ പോലെ ജസ്റ്റ് എ ഫ്രണ്ട് അല്ലേ ഈ പാവം ഞാൻ. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? താൻ എന്തിനാ വന്ന്? കൂൾ മാൻ കൂൾ. തൻ്റെ മുഖം കണ്ട ഞാൻ തന്നെ റേപ്പ് ചെയ്യാൻ നിൽക്കുകയാണെന്ന് തോന്നില്ലോ. സിതാറ, താനെന്ന് എനിക്ക് തന്ന പൈസ അതിനേക്കാൾ ഒരുപാട് ഇപ്പം എനിക്ക് തരാൻ കഴിയും. താൻ പറ, തനിക്ക് എന്താണ് വേണ്ടത്? അവനത് പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ മുഖമടിക്കൊന്ന് പൊട്ടിച്ചത് ഒപ്പമായിരുന്നു. ചി, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. തന്നെയാണല്ലോ ഞാൻ സ്നേഹിച്ചും വിശ്വസിച്ചും അവൻ്റെ ഒരു പൈസ. ഡാ, എൻ്റെ അച്ഛനെ അമ്മയും താൻ കൊന്നില്ലേ? അവൾ അവൻ്റെ കോളർ പിടിച്ച് വലിച്ചോട് ചോദിച്ചു. ഷട്ട് സിതാറ, മിണ്ടരുത് താൻ. തനിക്കറിയില്ലേ അച്ഛനും ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന്? എന്നിട്ട് തനിക്ക് വേണ്ടി ഞാൻ വാശി പിടിച്ചപ്പോൾ തന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നല്ലേ എൻ്റെ അച്ഛനും അമ്മയും. എന്നെ തനിക്ക് വേണ്ടെന്ന് എന്തിനാണോ താൻ അച്ഛനോട് പറഞ്ഞ്? എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ഒഴിഞ്ഞേരില്ലേ? തനിക്ക് വേണ്ടി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന എൻ്റെ അച്ഛനെയും അമ്മയോ. വണ്ടി ഓടിക്കുന്നതിനിടെ അച്ഛന് പെയിൻ വന്ന് അവർ രണ്ടുപേരും എന്നെ തനിച്ചാക്കി പോയി. ഒരു വാക്ക് തനിക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ തനിക്ക് വേണ്ടി കാത്തിരിക്കാനെന്ന് മനസ്സിലായപ്പോൾ വേണ്ടി പിന്നെ തൻ്റെ പിന്നാലെ ഞാൻ വരൂ. അവിടെ സിദ്ധാർത്ഥിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് സിതാര അതുവരെ അടക്കി പിടിച്ച എല്ലാ സങ്കടങ്ങളും കണ്ണീരിലൂടെ ഒഴുക്കി. അപ്പോഴേക്കും മനോടെത്തി സിതാരയെ എഴുന്നേൽപ്പിച്ച് സ്റ്റുഡിയോയുടെ വെളിയിൽ വന്നു. അവൻ അവളെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. അല്പസമയം അങ്ങനെ തന്നെ നിന്ന് അവൾ മുഖമൊക്കെ തുടച്ച് അവനോടും ചിരിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങിയതും പത്രക്കാരാകെ വളഞ്ഞു. ഒന്നും മനസ്സിലാവാതെ മനു സിതാരയെ നോക്കി. നോക്കേണ്ട, ഞാൻ തന്നെ അവരെ വിളിച്ച്. ബഹളം കേട്ട് സിദ്ധാർത്ഥും വെളിയിലിറങ്ങി. മേഡം, താങ്കൾ മൂവരും ഒരേ കോളേജ് മേറ്റ്സ് ആണല്ലോ, വല്ല ഫിലിം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? സിതാര മാനവിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട്. ഞങ്ങൾ വിവാഹിതരാൻ പോകുന്നു, ബാക്കി വിശേഷങ്ങളെല്ലാം പിന്നാലെ അറിയിക്കാം. മീഡിയക്കാരെ ശ്രദ്ധിക്കാതെ അവർ കാറിൽ കയറിപ്പോയി. സിദ്ധാർത്ഥിനൊന്നും മനസ്സിലായില്ലെങ്കിലും പത്രക്കാർ ചോദ്യങ്ങളുമായി വരുമെന്ന് മനസ്സിലാക്കി അവനവിടെ സ്ഥലം വിട്ടു. സിധു, താൻ എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞത്? ഞാൻ തൻ്റെ വീട്ടിൽ പോയി. എന്നെ ഇതുവരെ താൻ കാണിക്കാൻ മടിച്ചെന്ന തൻ്റെ റൂം അത് ഞാൻ ഇന്ന് കണ്ടു. അവിടെ താൻ പറയാതെ പോയ തൻ്റെ പ്രണയവും. മനു പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. മനു, ഈ കണ്ണിൽ എന്നോട് പ്രണയമുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. താനതിനോട് പറഞ്ഞില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ താൻ സിദ്ധുവിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ തോന്നലാണെന്ന്. എന്തിനാ എൻ്റെ അടുത്ത് അത് മറച്ചു വെച്ച്? എന്തിനാ സിദ്ധുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്ന്? ഇത്രയും നാളായിട്ട് എന്നെ തന്നെ ഇങ്ങനെ മനസ്സിലിട്ട്. അവൾ വണ്ടി ബ്രേക്കിന് നിർത്തി. കാറിൻ്റെ സ്റ്റെയറിങ്ങിൽ തലവെച്ച് പറഞ്ഞ് പൂർത്തിയാവാതെ, സിദ്ധാർത്ഥൻ്റെ ഫ്രണ്ടല്ലേ, അവൻ തന്നെയാണ് സ്നേഹിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പക്ഷേ മറക്കാൻ കഴിയായിരിക്കും വിചാരിച്ചെങ്കിലും പറ്റുന്നില്ല. ഇപ്പോഴും തന്നെ ഞാൻ. മനുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ കരയാണെന്ന് മനസ്സിലായ സിതാര അവനോട് ചേർന്ന് തോളിൽ തലവെച്ച് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. തൻ്റെ ജീവിതം കൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ സന്തോഷം ഉണ്ടാകാൻ പോകുന്നു ഇവന് മാത്രമാണെന്ന് മനസ്സിലിരുന്ന ആരോ പറയും പോലെ. അല്ല, താൻ അന്ന് തന്നെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഞാൻ തൻ്റെ അമ്മയ്ക്ക് 2 പേരമക്കളെ കൊടുത്തിരുന്നു. വെറുതെ ടൈം വേസ്റ്റ് ആക്കി. അവൾ അവനെ നോക്കാതെ ആകാശത്തെ ഇല്ലാത്ത നക്ഷത്രങ്ങൾ എണ്ണി തുടങ്ങി. അവൻ കണ്ണൊക്കെ തുടച്ച് നല്ല അസലായിട്ടൊന്ന് ചിരിച്ചു. അത് കാണാൻ വേണ്ടിയാണ് അവളും അങ്ങനെ പറഞ്ഞത്. അവൻ അവളുടെ മുഖം തന്നെ നേരെ പിടിച്ച്. സമ്മതം ചോദിക്കുന്നില്ല, എനിക്ക് വേണം നിന്നെ, എൻ്റെ കൂടെ മരണം വരെ. അവൻ്റെ ആദ്യ സ്നേഹ സമ്മാനം അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. കണ്ണുകളടച്ച് അവളത് സ്വീകരിച്ചു. അങ്ങനെ മനുവിൻ്റെയും സിതാരയുടെയും പ്രണയം അത് സമാഹിതമായി. ഇനി അവർ ജീവിക്കട്ടെ, അല്ലേ?